അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എവിടെ ചങ്ങായി? ഞാൻ പള്ളിയിലൊന്ന് പോയിരുന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കണ്ടിരിക്ക. പഴയ സിനിമ ടീമാണ്. എന്നിട്ട് കേറിയിരിക്കും. അപ്പൊ നമ്മുടെ പുതിയ കമ്മിറ്റി ഇവിടെ വന്നിട്ട് പള്ളിയുടെ ചൊർക്കൊക്കെ കുട്ടി നിങ്ങൾക്ക് അറിയാലോ. ഇനിയിപ്പോ നിങ്ങൾ എല്ലാരും പള്ളിക്ക് കൃത്യമായിട്ട് നിസ്കരിച്ചാൻ എത്തിയാ മതി. അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പറയാം. എനിക്കൊരു കാര്യം പറയാണ്ട്. വെള്ളിയാഴ്ച ഹുത്തുബ തുടങ്ങാൻ കുറെ വൈകുന്നുണ്ട്. ആദ്യമുള്ള പ്രസംഗം ഒന്ന് ചുരുക്കിയിട്ട് ജുമ വേഗം കഴിച്ചാൻ നോക്കണം. അനക്കെന്താ ജുമ കഴിഞ്ഞ ഉടനെ മാറ്റിനിക്ക് പോകണ്ടോ? സ്കൂൾ കുട്ടികളൊക്കെ വരുന്നതല്ലേ, ഓൽക്ക് ജുമ കഴിഞ്ഞിട്ട് വേണ്ട സ്കൂൾക്ക് പോകാന്. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാണ്ടോ? ഇച്ചെന്താ പറയാന്ന് വെച്ചാല് നമ്മളെ പള്ളിക്ക് DJ എന്നൊന്നല്ല നടക്കണേ. എനിക്കിപ്പോ ഒരു വസ്തു മനസ്സിലാവണില്ല. എക്കോ കടന്നിട്ട് ഇങ്ങനെ അലക്കാണ് തലയുടെ മുകളില്. അത് ഇവൻ പറയുന്നത് ശരിയാണ്. മുക്രി ചുമക്കണോ തുമ്പണോ മൂളണോ മാത്രം എക്കോല് കേൾക്കണുള്ളൂ, വേറൊന്നും തിരിയണില്ല. എനിക്കൊരു അഭിപ്രായമുണ്ട്. പള്ളിയിൽ താഴെയും മേലെയും വിയർത്ത് കുളിച്ചാണ്. അതിന് വല്ല വഴിയുണ്ടോ? അത് ശരിയാണ്. മുന്നിലെ 2 ഫാന് മാത്രം കറങ്ങണം. ഞമ്മക്കൊരു ഫാൻ ഇടാനും പറ്റൂല. ആ 2 ഫാന് കമ്മിറ്റികളെ തലയുടെ മുകളിലാന്ന് വെച്ചറിയാം. അപ്പോ 8 കോടിയുടെ പള്ളിയിൽ ഇപ്പൊ AC വർക്ക് ചെയ്യണില്ല. ഈ ചൂട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ മാഷറിയിൽ എങ്ങനെ ചൂട് സഹിച്ച? അവിടെ നമ്മൾ ഇതിലും നന്നായിട്ട് വേർക്കേണ്ടതല്ലേ? നന്നായി വേർക്കും. കത്തീബിനെ നമ്മൾ AC വെച്ച് കൊടുത്തിട്ടില്ല. ആചാര്യ കക്കൂസടക്ക് AC ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതന്നെ. പിന്നെ നമ്മളെ ബാങ്ക് ചൊർക്ക് പോരാ. ഇത്രയും വലിയ പള്ളിന്നേ ബാങ്ക് കേൾക്കുമ്പോഴേ ഒരു നിസ്കാര പള്ളിന്നും കേൾക്കണ പോലെയാണ്. അത് ശരി. അനക്ക് വേണ്ടിട്ട് നമ്മള് സൗദിത്തെ മുഖത്തിന് അങ്ങോട്ട് കൊണ്ടുവരാം. ആ പച്ച കളർ ടൈൽസ് തന്നെ ചുവറ്റിയിട്ടില്ല. അവിടെ ഇരിക്കടാ. ഏത് കാലം പള്ളിക്ക് വന്നാണ് ഇതൊക്കെ? അതൊക്കെ 2 കൊല്ലം മുമ്പ് മാറ്റിക്കണേ. എന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട്. ഇജിവിടെ എല്ലാ കമ്മിറ്റി മീറ്റിങ്ങിനും പങ്കെടുക്കുന്നുണ്ട്. എന്നെ പള്ളിന്റെ ഉള്ളിലൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ കമ്മിറ്റി മീറ്റിംഗ് പള്ളിന്റെ ഉള്ളിലായിരിക്കും. ഇങ്ങനത്തെ സദസ്സിലൊക്കെ നമ്മൾ വന്നിരിക്കുമ്പോൾ അതിന്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കണം. ആചാര്യ പോലെ ഈമാനും വിശുദ്ധിയൊക്കെ ഉള്ള ആൾക്കാർ ഇരിക്കുന്ന സദസ്സാണ്. നിങ്ങൾക്കറിയോ, ജീവിതത്തിലെ ഒരു സിനിമ പോലും മൂപ്പര് ഇതുവരെ കണ്ടിട്ടില്ല. അല്ല ആചാര്യ? പണ്ട് ഞാൻ കുട്ടിക്കുപ്പായം കണ്ടുകൊണ്ടു. ഒന്നുമുണ്ടണ്ട. അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തില് ഇൻഷാ അല്ലാഹ് കമ്മിറ്റി നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണം. അത് നമ്മൾ തീരുമാനിച്ചു. കമ്മിറ്റിനോട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. പല ചലഞ്ച് നമ്മൾ നടത്തി. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കാലൊരു ചലഞ്ച് കൂടി നടത്തണം ഇവിടെ. നമ്മളെ മഹലിൽ അങ്ങനെ എത്ര കുട്ടികളുണ്ട്? നമ്മളെ മഹലില്